ഇത് ഹൗ ഡു ഐ സേ ദിസ്, കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുള്ള ഒരു സിനിമയാണിത്. ഈ ഹൗ ഡു യു സേ ഒട്ട സ്വപ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. ഇതൊരു ജോളി സിനിമയാണ്. ഈ സിമ്പിൾ ബട്ട് വൈബ്രൻറ്റ് ആൻഡ് എനർജറ്റിക് സ്റ്റോറീസ് ഇഷ്ടമാകുന്നവർക്ക് എല്ലാവർക്കും ഈ സിനിമ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം കുടുംബത്തിൻ്റെ ഒപ്പം കണ്ട ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരിക്കും. സോ ബേസിക്കലി കമൻട്രി ആൻഡ് ഇറ്റ്സ് ടു ഡിഫറെൻറ്റ് തിങ്സ് ആക്ച്വലി. ബട്ട് ഐ ഗോട്ട് എ ചാൻസ് ഒരു വോളിബോൾ മാച്ച് ഞാൻ പോയപ്പോൾ അവർ ആക്ച്വലി എന്നെ കമൻട്രി ബോക്സിലേക്ക് കയറി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ അവരൊരു അവസരം തന്നിരുന്നു. ആൻഡ് അതായിരുന്നു അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടി. അവിടെ കമന്റേറ്റേഴ്സ് സംസാരിക്കുന്ന രീതി, അവരുടെ എനർജി, അവരുടെ മോഡുലേഷൻസ്, അവരുടെ മാനറിസംസ് ഒക്കെ നോക്കി കാണാൻ പറ്റി. ആൻഡ് ആക്ച്വലി അവിടെ ലൈവായിട്ട് പറയാനൊരു ചാൻസും എനിക്ക് കിട്ടി. ആൻഡ് അപ്പോഴായിരുന്നു ദാറ്റ്സ് when I realized the difference between real and real. Because നമ്മുടെ ലൈവ് പോകുമ്പോൾ I don't know how you do it. നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇറ്റ്സ് ക്രേസി. ആ എനർജിയും പിന്നെ ആ സ്റ്റേഡിയത്തിന്റെ ആരം, ലൈക്ക് നോ മാറ്റർ വാട്ട് യു ഡു, നമ്മൾ ലൈക്ക് when we're in a commentary box and doing it, we can't, I mean short-lived, we'll never be able to imagine it. And in fact അത് ഒരു സ്കേറി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം ഗ്ലാഡ് സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി സ്പേസ് ഉണ്ട്. ആ സേഫ്റ്റി നെറ്റ് ആക്ച്വലി റിയൽ ലൈഫിൽ ഇല്ല. സോ ആൻഡ് പിന്നെ ചെറിയ ചെറിയ ഡിഫറൻസസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൈക്ക് പിടിക്കുമ്പോൾ ഇവിടെ ചുണ്ടിന്റെ അടുത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ലൈക്ക് ഫേസ് കാണൂല. സോ സിനിമാറ്റിക് ലിബർട്ടീസ് ഒക്കെ എടുത്തിട്ട് ഞാൻ മൈക്ക് താഴ്ത്തി പിടിച്ചാണ് സംസാരിച്ചത്. So there's a difference between real and real. നമ്മൾ കുറച്ച് സിനിമാറ്റിക് ലിബർട്ടീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ കമന്ററി അല്ല, അനൗൺസ്മെന്റ് ആണുള്ളത്. നമ്മളത് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിന് മുമ്പ് തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിൽ അസിസ്റ്റന്റ് അസ്ര എന്ന് പറഞ്ഞിട്ട് അസ്രയുടെ വോയിസ് നോട്ട്സ് ഡയലോഗ്സ് കല്യാണി കൊടുത്തിരുന്നു. കല്യാണി അത് ഫുൾ പഠിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഭയങ്കര ലെങ്തി ഡയലോഗ്സും ലെങ്തി കമന്ററീസും ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അത് ഡബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സിനിമയിൽ കാണാം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓഡിയൻസിന്റെ ലൈക്ക് സ്നേഹമാണ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ഇതിന് സ്നേഹം കിട്ടുവാണെങ്കിൽ ഞാൻ ഇനി കൂടുതൽ ചെയ്യും. ആക്ച്വലി അത് കുറെ എഫേർട്ട് ഇട്ടിട്ടാണ് ലൈക്ക് അത് ഞാൻ ഒരിക്കലും ഞാൻ ഇത് മുഴുവൻ ക്രാക്ക് ചെയ്തു എന്ന് പറയൂല കേട്ടോ. അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ എൻ്റെ മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ കറണ്ട് ലിമിറ്റിൽ മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് ബേസിക്കലി ആൾക്കാരുടെ ലൈക്ക് അസ്രയുടെ വോയിസ് നോട്ട്സ്, സഫ്രീന നമ്മുടെ ഒരു AD ഉണ്ടായിരുന്നു, ഷീസ് ഫ്രം ദ സഫ്രീനയുടെ എക്സ്പ്രഷൻസ്, അതൊക്കെ ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഡബില് കുറെ സമയം എടുത്തു. ഞാൻ എത്ര ദിവസം എടുത്തു എന്ന് പറയത്തില്ല, അത് നാണക്കേടാണ്. പക്ഷെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു പക്ഷെ കുറെ ലൈക്ക് ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് കുറെ കൂടി മലയാളത്തിലെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഈ സ്ലാങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരിക്കും. പക്ഷെ എൻ്റെ ബിലീഫാണ്, ഞാൻ എൻ്റെ കരിയറിൽ എൻ്റെ ലൈഫിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു സിനിമയാണിത്, ഇപ്പൊ സംഭവിക്കേണ്ട ഒരു സിനിമയാണിത്. സോ ദാറ്റ്സ് വൈ ഐ ഡിഡ് ഇറ്റ് നൗ. ആക്ച്വലി നമ്മള് അത്രയും ഇൻ ഡെപ്ത് പ്രീച്ച് ആയിട്ടൊന്നും പോയിട്ടില്ല. ഇത് ഇറ്റ്സ് സപ്പോസ് ടു ബി എ സിമ്പിൾ ജോളി ഫിലിം. ഒരു പേഴ്സന്റെ ഡ്രീംസ് എങ്ങനെയാ ലൈക്ക് ഫോളോ അല്ല, എങ്ങനെയാ ചേസ് ചെയ്യാം, എക്സാക്ട്ലി അങ്ങനത്തെ ഒരു സിനിമയാണിത്. വി ഹാവ് നോട്ട് റിയലി ഗോൺ ഡീപ്പ് ഇൻ ടു ദാറ്റ്. സ്ട്രഗിൾ ഭയങ്കര സ്ട്രഗിളാണ്. ഞാൻ ശരിക്കും ആദ്യമായിട്ട് കഥ ഒരാൾ ജയരാജ് സാറിനോടാണ് പറയുന്നത്. 2004 ഒരു 19 വർഷമായി. അപ്പോൾ അതിനുശേഷം ഞാൻ 2012 മുതലാണ് ഓരോ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ആരും അസ്റ്റ് ചെയ്തിട്ടില്ല, നേരെ പോയി സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി പഠിക്കണം. 10 വർഷം എടുത്തു.
ഞാൻ 10 വർഷം അതിനുവേണ്ടി ഭയങ്കരമായി കഷ്ടപ്പെട്ടു, പഠിച്ച് എൻ്റെ ഓരോ എലമെൻസും ഞാൻ എൻ്റെതായ രീതിയിൽ പഠിച്ചിട്ടാണ് സിനിമ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ പോയി സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര അറിവുണ്ട് സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരു ദിവസം 3 കഥ വെച്ചിട്ട് ഷോജൊക്കെ എനിക്കൊന്ന് ഒരു മാസം ഒരു 100 കഥയെങ്കിലും കേൾക്കുന്നുണ്ടാവും. നമ്മളൊരാളുടെ പോയി കഥ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഞാനൊരു 10 വർഷം എടുത്തു. 10 വർഷം കൊണ്ട് ഞാൻ ഒരു 7 സ്ക്രിപ്റ്റോളം എഴുതി. അതിൽ 7ാമത്തെ സ്ക്രിപ്റ്റാണ് ശേഷം മിക്കൽ ഫാത്തിമ. അപ്പം അങ്ങനെ പലയിടത്തും ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത്. 10 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാലയളവാണ്. പ്രത്യേകിച്ച് ഞാൻ മനോരമ ന്യൂസിൽ റിപ്പോർട്ടറായിരുന്നു. സോ നമ്മുടെ ഒരു ഡ്യൂട്ടി ടൈം അറിയാമല്ലോ, രാവിലെ ഇറങ്ങുന്നു, എപ്പോഴാണ് തിരിച്ചിരുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു ടൈമിലൊക്കെയാണ്. ശരിക്കും 4 മണിക്കൂറൊക്കെ ഉറങ്ങി അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. എല്ലാ അവധി ദിവസങ്ങളിലും ഇതിനു വേണ്ടി മാറ്റി വെച്ച് അങ്ങനെ ഒരു 10 വർഷം എടുത്തിട്ടാണ് ഈ സിനിമ നടന്നത്. അല്ല, അത് ഇപ്പം ചോദ്യം ചോദിക്കുന്ന സഹോദരനും ബ്രോയ്ക്കും എനിക്കും മനുവിനും കല്യാണിക്കും എല്ലാവരും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. നിഷേധിച്ചാൽ കാപട്യാന്ന് പറയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഉള്ളിലെ ഒരു ചോദനയാണ് ലെറ്റ് മീ ഗെറ്റ് നോട്ടീസ്ഡ്, എന്നെ ശ്രദ്ധിക്കൂ നിങ്ങൾ എല്ലാവരും എന്നുള്ള ഒരു ചോദന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. അതിലാണ് മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങളുടെ താജ്മഹൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പണിയുന്നത്, ഈ ചോദനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായി. ഇത് ഞാൻ ഫുൾ ക്രെഡിറ്റ് മനോഹരമാണ്. ഇവൻ ആദ്യമായി എൻ്റെ അടുത്ത് ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ഇത് ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ലെ, ഒരു 1.5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഗംഭീര കാരണം ഇതിന് മുൻപും ഇതിന് സമാനമായ കുറെ കാര്യങ്ങളെങ്കിലും മലയാളത്തിലെ കുറച്ചെങ്കിലും യുവ സംവിധായകർ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആലോചന രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവൻ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇവന്റെ മനസ്സിൽ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ സമയത്ത് അനുഭവിച്ച ആനന്ദത്തിന്റെ പകുതി പോലും ഞാനിപ്പോൾ അനുഭവിക്കുന്നില്ല. ഈ സിനിമ വെറും ഒരു ബീജത്തിന്റെ രൂപത്തിലായിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവൻ എന്നെ ആദ്യമായി വിളിക്കുന്നത് ഇതാണ് സ്റ്റോറി. ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരു തന്റെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു മലപ്പുറത്തുകാരി നാടൻ പെൺകുട്ടി ഫാത്തിമ ഫ്രം എ വെരി ഇല്ല കാണാറില്ല. അല്ല, അതവർക്ക് മനസ്സിലായല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അതിലിങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിത് കേൾക്കുമ്പോ തന്നെ ഇത് കൊള്ളാലോടാ, സ്വാഭാവികമായിട്ട് ഇത് കൊള്ളാലോടാ എന്ന് പറയുമ്പോ കുറച്ചും കൂടി ഈ പറയുന്ന പോലെ കുറച്ച് സ്വാർത്ഥ താല്പര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സന്തോഷം. ഓഫ് കോഴ്സ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ മനസ്സിലായി. അതായത് എന്തുകൊണ്ടാണ് ഗോകുലം മൂവീസ് ഈ ചിത്രം ഏറ്റെടുത്തത്, കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു ഗോകുലം മൂവീസ് ഇത് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമായിട്ടല്ല ഏറ്റെടുത്തത്. ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ആണ് ഏറ്റെടുത്തത്. ഒരു കാരണം ഡെഫിനറ്റ്ലി ഗോപാലൻ സാർ റീതു സാറുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു ബന്ധമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ ഒന്നുമല്ല ഈ ചിത്രം ഗോകുലത്തിലേക്ക് എത്തുന്നത്. ഈ ചിത്രം ഗോകുലത്തോട് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജെന്യുവനായിട്ട് ഇദ്ദേഹം മനുവിന്റെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഗോകുലത്തിന്റെ ബന്ധം, കാരണം അദ്ദേഹത്തെ കോപ്രൊഡ്യൂസ് ചെയ്ത ലിയോ നമ്മളാണ് എത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഈ ചിത്രം കണ്ടത്. അപ്പൊ ചിത്രത്തെ കുറിച്ച് മനസ്സിലാക്കിയ കഥയൊക്കെ അതിനെക്കുറിച്ച് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു റിലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എപ്പോഴും തിയേറ്ററിലോട്ട് എത്തിക്കുന്നതിന് ഗോപാൽ സാർ താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും നോക്കിക്കഴിഞ്ഞാലും അറിയാം, അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതും അദ്ദേഹം എപ്പോഴും പറയും എന്തെങ്കിലും മെസ്സേജ് ഷുഡ് ചെയ്തേ. ഈവൻ നമ്മൾ 19 നൂറ്റാണ്ടായാലും കായംകുളത്തിൽ ഏത് പടങ്ങൾക്കകത്തായാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. അപ്പൊ അതിൻ്റെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല മെസ്സേജ് അത് അഡ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ല. ഈ മൂവിയിൽ ശരിക്കും ഭയങ്കര എനർജറ്റിക് ആയ അങ്ങനത്തെ ഒരാളാണ് വേണ്ടിയിരുന്നത്. അപ്പം വരനെ ആവശ്യമുണ്ടതിന്റെ പ്രൊമോഷന്റെ സമയത്ത് വരനെ ആവശ്യമുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് കല്യാണി ഇതിൽ ഭയങ്കര ആപ്റ്റായിരിക്കും എന്ന് തോന്നിയത്. അങ്ങനെ 2019 കല്യാണിയുടെ കഥ പറഞ്ഞതിന് ശേഷം ഈ മൂവി പ്ലാൻ ചെയ്യുന്ന സമയത്ത് കോവിഡ് വന്നു. ആ ടൈം ഞങ്ങൾ കുറേ സംസാരിക്കുന്നു. സ്ഥിരം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കല്യാണിയുടെ ഒരു കൃത്യ മാനറിസംസ് എല്ലാം മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ മൂവിയുടെ സ്ക്രിപ്റ്റിൽ ആ മാനറിസം കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിനെ കുറച്ചുകൂടി വലുതാക്കി. പിന്നീട് കല്യാണി അല്ലാതെ ആർക്കും ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ സ്ക്രിപ്റ്റ് വന്നു. പിന്നെ തുടക്കം പോലെ പറഞ്ഞിരുന്നു ഇത് ഡബ് ചെയ്യണം. കാര്യം ഈ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഒരാൾ ഡബ് ചെയ്യുന്നു, ഒരാൾ അഭിനയിക്കുന്നു. അങ്ങനത്തെ രണ്ടൊരു പരിപാടി ഇന്ന് നടക്കത്തില്ല. ഈ സിനിമയ്ക്ക് ആരാണോ അഭിനയിക്കുന്നത് അയാൾ തന്നെ ഡബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആദ്യം തന്നെ കല്യാണിയോട് പറഞ്ഞിരുന്നു. അങ്ങനെ അത്രയും അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടാണ് ആ ഡബ് ചെയ്തത്. അത്രയും ദിവസങ്ങളും എടുത്തു ആ ഡബ് ചെയ്യാൻ. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ടീസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ട്രെയിലർ ഇന്നിറങ്ങി, ട്രെയിലറിൽ നിങ്ങൾക്ക് അത് വ്യക്തമാണ്. സിനിമയിലും അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാള സിനിമയിൽ നമ്മൾ എടുത്ത് പറയുന്ന എൻ്റെ ഫാദർ അഭിനയിച്ച പല ക്യാരക്ടേഴ്സും എൻ്റെ ഫാദർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സിനിമകളിൽ
ഫാദർ അഭിനയിച്ചത്. ഉദാഹരണത്തിന് ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ജോഷി സാർ വാപ്ചി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എടാ ഒന്ന് നടക്കാൻ പോലും അറിയില്ലല്ലോ ഒക്കെ വെച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടാണ് വാപ്ചിയുടെ ആക്ടിങ് ബെറ്റർ ആയെന്ന് പറയുമ്പോൾ നീ വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ നീ മാക്സിമം സിനിമ പെർഫോം അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകാന്നോ, ക്യാരക്ടർ എന്താണെന്നോ അതല്ല അതിന്റെ കഥ എന്താണോ നീ ഇപ്പൊ അത് അനലൈസ് ചെയ്യണ്ട, നീ അത് ചെയ്യും എന്നാണ് എന്നോട് പറയാറ്. എനിക്ക് അവസരങ്ങൾ അങ്ങനെ ഒരുപാട് വരാറില്ല, കിട്ടുന്നത് സംഭവിക്കുന്ന സിനിമയുടെ ഭാഗമാവാറ്. എന്നെ ആദ്യം വിളിക്കുന്നത് നമ്മുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനാണ്. രഞ്ജിത്തേട്ടനെ വിളിച്ചിട്ട് ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യം ഫെമിന ലീഡ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നാണ്. ഞാൻ അപ്പോൾ മിന്നൽ ഇറങ്ങിയ ടൈമിൽ തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചത് അഭിനയിക്കുക എന്നുള്ളതാണ്, ഇന്ന കഥാപാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടർ എത്രത്തോളം എക്സൈറ്റിംഗ് ആണ് എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു ഇല്ല രഞ്ജിത്തേട്ടാ എനിക്ക് കഥ കേൾക്കാം, എനിക്ക് ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെയിൻലി കഥ കേൾക്കാൻ പോയപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഒരു തരത്തിലും മിന്നലിൽ ചെയ്ത ക്യാരക്ടർ വിജി ആയിട്ട് സിമിലർ ആയി പോകരുത്, ടൈപ്പ് കാസ്റ്റഡ് ആവരുത് എന്നുള്ള ഒരു ഫോക്കസ് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ കേൾക്കാൻ പോയത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല, നല്ലൊരു കഥാപാത്രം, ഒരു ഫ്രണ്ട് ആണെങ്കിലും അത്യാവശ്യം ചെയ്യാനുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ടൈപ്പ് കാസ്റ്റഡ് ആകില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടെ ഞാൻ കേട്ട ഉടനെ ഞാൻ പറഞ്ഞു അത് ചെയ്യാം, രസമുണ്ട് എന്ന് പറയുന്നത്. ട്രെയിലറിൽ കണ്ട ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ കുറെ ഗാലറികളും കുറെ മത്സരങ്ങളും അതുപോലെ അങ്ങനെ പ്രത്യേകമായി സൗണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്, കാര്യം അത്രയും നന്നായിട്ട് സൗണ്ട് ഒക്കെ ചെയ്തിട്ടുള്ള പടമാണ്. ഇപ്പം സിനിമ കഴിഞ്ഞു, ഇനി എൻ്റെ കയ്യിലല്ല, ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. തിയേറ്ററിലേക്ക് വരിക, സിനിമ കാണുക, സത്യസന്ധമായ അഭിപ്രായം പറയുക.